ഷിജോ കുര്യൻ വിവരവുമായി മെഡിക്കൽ കോളേജിൽ നിന്നുണ്ട്. ഷിജോ, പോസ്റ്റ്മോർട്ടം നടപടികൾ തുടങ്ങിയോ? അജിംസ, പോസ്റ്റ്മോർട്ടം നടപടികൾ ആരംഭിച്ചു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. എന്തായാലും ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളിലേക്കാണ് ഇപ്പോൾ പോലീസും ഫോറൻസിക് ഡോക്ടർമാരും അന്വേഷണ സംഘവും എല്ലാം കടന്നിട്ടുള്ളത്. അതായത് ഈ നെയ്യാറ്റിൻകര ഗോപനെ കാണാതായതോടുകൂടി ഒരു മിസ്സിംഗ് കേസ് രജിസ്റ്റർ ചെയ്താണ് പോലീസ് അന്വേഷണം ആരംഭിച്ചത്. അപ്പോൾ ആ മിസ്സിംഗ് കേസ് അന്വേഷണത്തിന് ഒരു പരിസമാപ്തി ഉണ്ടായിരിക്കുന്നു. നെയ്യാറ്റിൻകര ഗോപനെ കല്ലറയിൽ നിന്ന് കണ്ടെടുത്തിരിക്കുന്നു. അപ്പോൾ ഇനി അടുത്ത ഘട്ടം എന്ന് പറയുന്നത് നെയ്യാറ്റിൻകര ഗോപൻ മരണം എങ്ങനെ സംഭവിച്ചു എന്നുള്ള കാര്യമാണ്. അതിൻ്റെ നടപടികൾ കണ്ടെത്താനായിട്ട് പോസ്റ്റ്മോർട്ടം നടപടികൾ ഇപ്പോൾ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് മോർച്ചറിയിൽ ആരംഭിച്ചിരിക്കുകയാണ്. 3 അംഗ തലത്തിലാണ് ഈ പോസ്റ്റ്മോർട്ടം നടപടികൾ ആരംഭിക്കുക അല്ലെങ്കിൽ നടത്തുക. 3 കാര്യങ്ങൾ പ്രധാനമായിട്ടും അന്വേഷിക്കും. നെയ്യാറ്റിൻകര ഗോപൻ മരിച്ചത് വിഷാംശം ഉള്ളിൽ ചെന്നാണോ, വിഷാംശം ഉള്ളിലുണ്ടോ എന്നുള്ള കാര്യം കണ്ടെത്താനായിട്ട് പോസ്റ്റ്മോർട്ടം നടപടികളുടെ ഒന്ന് പരിശോധിക്കും. മറ്റൊന്ന്, ഇത് ക്ഷതമേറ്റിട്ടാണോ അല്ലെങ്കിൽ എന്തെങ്കിലും മുറിവുകൾ മരണത്തിന് കാരണമായിട്ടുണ്ടോ എന്നുള്ള കാര്യം കൂടി ഇതിൻ്റെ ഭാഗമായിട്ട് പരിശോധിക്കും. മറ്റൊന്ന്, സ്വാഭാവിക മരണമാണോ. ഇങ്ങനെ 3 തരത്തിലുള്ള കാര്യങ്ങൾ പരിശോധിക്കുമെന്നുള്ള കാര്യമാണ് ഡോക്ടർമാർ അറിയിച്ചിട്ടുള്ളത്. ഏതാണ്ട് 1.5 മണിക്കൂർ നീണ്ടു നിൽക്കുന്ന ഒരു പ്രക്രിയയാണ് പോസ്റ്റ്മോർട്ടം നടപടികൾ. ഏതാണ്ട് 11 മണിയോടുകൂടി പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാകുമെന്നുള്ള വിവരമാണ് നമുക്ക് ലഭിക്കുന്നത്. 9 കൂടിയാണ് നെയ്യാറ്റിൻകര ഗോപൻ്റെ മൃതദേഹവുമായിട്ടുള്ള ആംബുലൻസ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് എത്തിയത്. കുറച്ചുകൂടി അല്പസമയം മുമ്പ് നെയ്യാറ്റിൻകര ഗോപൻ്റെ മകനെ ഇവിടെ എത്തിക്കുമെന്നാണ് പറഞ്ഞിരുന്നത്. പക്ഷേ നെയ്യാറ്റിൻകര ഗോപൻ്റെ മകൻ സനന്ദൻ ഇതുവരെയും മെഡിക്കൽ കോളേജിലേക്ക് എത്തിയിട്ടില്ല. കുറച്ചുകൂടി കഴിയുമ്പോൾ നെയ്യാറ്റിൻകര ഗോപൻ്റെ മകൻ സനന്ദൻ മെഡിക്കൽ കോളേജിലേക്ക് എത്തുകയും ചെയ്യും. പോസ്റ്റ്മോർട്ടം നടപടികൾ ആരംഭിച്ചിട്ടുണ്ട്. ഞാൻ സൂചിപ്പിച്ചതുപോലെ 3 കാര്യങ്ങൾ, പ്രധാനമായിട്ടും 3 കാര്യങ്ങൾ. അതിനകത്ത് വിഷാംശം ഉള്ളിൽ ചെന്നിട്ടുണ്ടോ എന്നുള്ള കാര്യങ്ങൾ പരിശോധിച്ചാൽ പോലും അതിൻ്റെ പരിശോധനാ ഫലം സംബന്ധിച്ചുള്ള റിപ്പോർട്ട് പുറത്തു വരാൻ ഒരാഴ്ച സമയമെടുക്കും. മറ്റ് 2 കാര്യങ്ങൾ, അതായത് ക്ഷതമേറ്റിട്ടുണ്ടോ, ഏതെങ്കിലും മുറിവുകൾ മരണത്തിന് കാരണമായിട്ടുണ്ടോ, റേഡിയോളജിയും എക്സ്റേയും അടക്കമുള്ള പരിശോധനകളും ഇതിൻ്റെ ഭാഗമായിട്ട് നടത്തുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ പരിശോധനാ ഫലം ഇന്ന് ലഭിക്കും. മറ്റൊന്ന്, ഈ പറയുന്ന സ്വാഭാവിക മരണമാണോ, പലതരത്തിലുള്ള അസുഖങ്ങൾ വേട്ടയാടിയിരുന്ന മനുഷ്യനാണ് നെയ്യാറ്റിൻകര ഗോപൻ എന്നുള്ള വിവരം കൂടി ഇക്കഴിഞ്ഞ ദിവസങ്ങളിൽ പുറത്തു വന്നിരുന്നു. അപ്പോൾ അങ്ങനെയുള്ള വാർദ്ധക്യ സഹജമായിട്ടുള്ള അസുഖങ്ങൾ മൂലം മരിച്ചതാണോ എന്നുള്ള കാര്യം കൂടി ഇപ്പോൾ പോസ്റ്റ്മോർട്ടത്തിൻ്റെ ഭാഗമായിട്ട് പോലീസ് പരിശോധിക്കുന്നുണ്ട്. അപ്പോൾ ഈ 2 കാര്യങ്ങളുടെ റിപ്പോർട്ടായിരിക്കും ഇന്നിപ്പോൾ പുറത്തു വരിക. അതേസമയം ഈ വിഷാംശം അടക്കമുള്ള സാധനങ്ങൾ ഉള്ളിൽ ചെന്നാണ് മരണം സംഭവിച്ചതെങ്കിൽ അതേക്കുറിച്ചുള്ള വിശദമായിട്ടുള്ള റിപ്പോർട്ടും അതിൻ്റെ വിവരങ്ങളും ഇന്ന് പുറത്തു വരാൻ യാതൊരു സാധ്യതയുമില്ല. കാരണം അത് കൂടുതൽ വിശദമായിട്ടുള്ള പരിശോധനകൾക്ക് വിധേയമാക്കേണ്ടതാണ്. ആന്തരിക അവയവങ്ങൾ അടക്കം പുറത്തേക്കെടുത്ത് വിശദമായിട്ടുള്ള ശാസ്ത്രീയമായ പരിശോധനകൾക്ക് വിധേയമാക്കി മാത്രമേ അത് സംബന്ധിച്ചുള്ള വിവരങ്ങൾ പുറത്തേക്ക് അല്ലെങ്കിൽ പങ്കുവെക്കാൻ കഴിയുകയുള്ളൂ. അപ്പോൾ അതിനു വേണ്ടിയിട്ട് ഒരാഴ്ച വരെയെങ്കിലും കാത്തിരിക്കണം. പക്ഷേ ഇതിപ്പോൾ ജീവനോടുകൂടിയാണോ അല്ലെങ്കിൽ മരിച്ചതിന് ശേഷമാണോ ഇവർ പറയുന്ന ഈ സമാധി കല്ലറയിൽ കൊണ്ടിരുത്തിയത് എന്നുള്ള കാര്യം ഒരുപക്ഷേ നമുക്ക് ഇന്ന് മനസ്സിലാക്കാൻ കഴിയും. പക്ഷേ അതിലും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വെല്ലുവിളി എന്ന് പറയുന്നത് ഇതിൻ്റെ കൃത്യമായിട്ടുള്ള സമയം. കഴിഞ്ഞ വ്യാഴാഴ്ചയാണ് നെയ്യാറ്റിൻകര ഗോപൻ മരിക്കുന്നത് അല്ലെങ്കിൽ സമാധി ഇരുത്തിയതെന്നാണ് കുടുംബം പറയുന്നത്. അപ്പോൾ വ്യാഴാഴ്ച പകൽ പുലർച്ചെ 3:30 തുടങ്ങിയ ചടങ്ങുകൾ, അതായത് വ്യാഴാഴ്ച പുലർച്ചെ 3:30 ചടങ്ങുകൾ തുടങ്ങുന്നു. രാവിലെ 11:00 ഈ ചടങ്ങുകൾ അവസാനിക്കുന്നു. അന്ന് വൈകിട്ടോടുകൂടി ഗോപൻ സ്വാമി സമാധിയായി എന്ന് പറഞ്ഞ് പോസ്റ്റർ പതിക്കുന്നു. ഇതാണ് ആ കുടുംബം പറയുന്ന കാര്യം. അതിനകത്ത് പുലർച്ചെ 3:30, അതായത് അവർ പറയുന്ന ബ്രഹ്മമുഹൂർത്തത്തിൽ അവിടെ കൊണ്ടിരുത്തിയപ്പോൾ അല്ലെങ്കിൽ ഗോപൻ സ്വാമി അവിടേക്ക് നടന്നു പോയി ഇരുന്നപ്പോൾ, അങ്ങനെ എങ്ങനെ വേണമെങ്കിലും അതിനെ വ്യാഖ്യാനിക്കാം, കുടുംബത്തിൻ്റെ വാദമാണ് ഇതൊക്കെ. പക്ഷേ അവിടെ പോയിരുന്നപ്പോൾ ജീവൻ ഉണ്ടായിരുന്നു അല്ലെങ്കിൽ ഇവർ കൊണ്ടിരുത്തിയപ്പോൾ മരിച്ചിരുന്നോ, ഇതടക്കമുള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് കണ്ടെത്തുക അല്പം വെല്ലുവിളി നിറഞ്ഞ കാര്യമാണ്. കാരണം ഇതിൻ്റെ ഒരു കൃത്യമുള്ള ഒരു അപ്രോക്സിമേറ്റ് ആയിട്ടുള്ള ഒരു സമയം മാത്രമേ ഈ പരിശോധനയിലൂടെ കണ്ടെത്താൻ കഴിയൂ എന്നുള്ള കാര്യമാണ് ഫോറൻസിക് സർജന്മാരും ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണ ഉദ്യോഗസ്ഥരും പറയുന്നത്. അന്വേഷണ ഉദ്യോഗസ്ഥരോട് ഡോക്ടർമാർ തന്നെ പറഞ്ഞ കാര്യമുണ്ട്, എക്സാക്ട് ടൈം നമുക്ക് കണ്ടെത്തുക പ്രയാസമാണ്. കാരണം ദിവസത്തോട് ദിവസം അല്ലെങ്കിൽ ഒരാഴ്ച കഴിയുന്നു, 8 ദിവസമാകുന്നു. ഈ 8 ദിവസം കൊണ്ട് പലതരത്തിലുള്ള മാറ്റങ്ങൾ ഈ ശരീരത്തിൽ ഉണ്ടായിട്ടുണ്ടാകാം. അപ്പോൾ അത് പൂർണ്ണമായിട്ട് കണ്ടെത്തുക അല്പം പ്രയാസമുള്ള കാര്യമാണ്. ഇതിനകത്ത് ഭസ്മവും മറ്റ് സുഗന്ധദ്രവ്യങ്ങളും മറ്റ് പൂജാ സാധനങ്ങളും അടക്കമുള്ളവ ഇതിൻ്റെ ഭാഗമായിട്ട് ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പോൾ അതടക്കമുള്ള കാര്യങ്ങൾ ഉപയോഗിച്ചതുകൊണ്ട് ഒരുപക്ഷേ നെയ്യാറ്റിൻകര ഗോപൻ്റെ മകൻ സനന്ദിനെ ഇപ്പോൾ പോലീസ് ഇവിടേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. ഇപ്പോഴാണ് മകൻ സനന്ദിനെ ഇവിടേക്ക് കൊണ്ടുവരുന്നത്. ഇപ്പോൾ ഇതിന് ശേഷമായിരിക്കും ഒരുപക്ഷേ സനന്ദൻ പ്രതികരിക്കുക. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ 2 മക്കളാണ് നെയ്യാറ്റിൻകര ഗോപനുള്ളത്. ഒന്ന് സനന്ദനും അതുപോലെ രാജസേനനും
രാജസേനും സനന്ദനുമൊക്കെ കഴിഞ്ഞ ദിവസങ്ങളിൽ നിരന്തരം മാധ്യമങ്ങളടക്കം പ്രതികരിച്ചിരുന്നു. ആദ്യഘട്ടത്തിൽ പൂർണ്ണമായിട്ട് ഈ മൃതദേഹം പുറത്തെടുത്ത് പരിശോധന നടത്തുന്നതിനോട് ഒരു തരത്തിലും ഒരു അനുകൂല നിലപാട് സ്വീകരിക്കാൻ കുടുംബം തയ്യാറായിരുന്നില്ല. എന്നാൽ പിന്നീട് കോടതിയൂടി ഇടപെട്ടതിൻ്റെ പശ്ചാത്തലത്തിലാണ് കുടുംബം അല്പമെങ്കിലും മയപ്പെട്ടത്. പക്ഷേ ആ മയപ്പെടൽ പോലും അല്പം ഒരു വാശിയോടുകൂടി തന്നെയാണ്, ഞങ്ങൾക്ക് ഒരു തരത്തിലും അംഗീകരിക്കാൻ കഴിയുന്ന കാര്യമല്ല എന്നുള്ള നിലപാട് സ്വീകരിച്ച് തന്നെയാണ് അവർ ഉണ്ടായിരുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ വീടിന് പുറത്ത് വന്ന് ഇതിനെ എതിർത്തുകൊണ്ടിരുന്ന ആളുകൾ ഇന്നൊരു തരത്തിലും അവിടുന്ന് പുറത്തേക്ക് ഇറങ്ങിയില്ല എന്നുള്ളതാണ് നമുക്ക് അവിടുന്ന് ലഭിച്ച വിവരം. അതിനുശേഷമാണ് ഇപ്പോൾ പോസ്റ്റ്മോർട്ടം നടപടികൾ നടക്കുന്ന സ്ഥലത്തേക്ക് മകൻ സനന്ദനെ ഇവിടേക്ക് കൊണ്ടുവന്നത്. സനന്ദനല്ല അന്ന് ഈ പൂജ ഈ നെയ്യാറ്റിൻകര ഗോപന്റെ സമാധിയുമായി ബന്ധപ്പെട്ട് ചടങ്ങുകൾ നടത്തിയത്. രണ്ടാമത്തെ മകൻ രാജസേനനാണ്. പക്ഷേ പൂജാദ്രവ്യങ്ങൾ അടക്കമുള്ള സാധനങ്ങൾ വാങ്ങി നൽകിയത് രാജസേനനാണ്. അതിനുശേഷമാണ് രാജസേനൻ ജോലി ചെയ്യുന്ന നേമത്തെ ഒരു സ്ഥാപനത്തിലേക്ക് പോയത്. അതിനുശേഷമാണ് ഇതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ സനന്ദൻ ആവർത്തിച്ച് പറഞ്ഞിട്ടിരുന്നത്. ഇതെല്ലാം തങ്ങളുടെ വിശ്വാസത്തിന്റെ ഭാഗമാണ്, അതൊക്കെ കഴിഞ്ഞ ദിവസങ്ങളിൽ പറഞ്ഞ കാര്യമാണ്. എന്തായാലും മകൻ സനന്ദനെ ഇപ്പോൾ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് മോർച്ചറിയിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. പോസ്റ്റ്മോർട്ടം നടപടികൾ ഇപ്പോൾ 3 അംഗ ഡോക്ടർമാരുടെ മേൽനോട്ടത്തിൽ നടക്കുകയാണ്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ പ്രധാനപ്പെട്ട 3 കാര്യങ്ങൾ ഈ പരിശോധനയിലൂടെ കണ്ടെത്തുകയാണ് ഡോക്ടർമാർ ഈ പോസ്റ്റ്മോർട്ടത്തിലൂടെ ഉദ്ദേശിക്കുന്നത്. എന്തായാലും ഈ മരണത്തിലെ അസ്വാഭാവികത പുറത്തു കൊണ്ടുവന്നുകൊണ്ട് എന്താണ് സംഭവിച്ചത് എന്നുള്ളതിൻ്റെ യാഥാർത്ഥ്യം പോസ്റ്റ്മോർട്ടത്തിലൂടെ പുറത്തു കൊണ്ടിരിക്കുകയാണ്. അന്വേഷണ സംഘത്തിനും ജില്ലാ ഭരണകൂടത്തിനും മുമ്പിലുള്ള പ്രധാനപ്പെട്ട ഇനി മുമ്പിലുള്ള വെല്ലുവിളി എന്ന് പറയുന്നത് അതിനു വേണ്ടിയിട്ട് എല്ലാ തരത്തിലുമുള്ള എല്ലാ വശങ്ങളിലുമുള്ള പരിശോധന ഇതിൻ്റെ ഭാഗമായിട്ടുണ്ടാകും. ആ പോസ്റ്റ്മോർട്ടം നടപടികൾ പുരോഗമിക്കുകയാണ്. ഏതാണ്ട് 11:30 ഈ പോസ്റ്റ്മോർട്ടം ഈ സമാധി ഇരുത്തുന്നതിന് മുമ്പ് ഈ ഗോപന്റെ ശരീരത്തിൽ മുഴുവൻ പുളി കൊണ്ട് പൊതിഞ്ഞിരുന്നു എന്ന് ഒരു ദൃക്സാക്ഷി ഇന്ന് ഈ പോസ്റ്റ്മോർട്ടത്തിൽ ദൃക്സാക്ഷി ആൾ പറയുന്നു. എന്താണ് അത് അതിനു വേണ്ടി ചെയ്തതായിരിക്കും? അജിംസ, ഞാൻ നേരത്തെ സൂചിപ്പിച്ചിരുന്നല്ലോ, അതായത് നെയ്യാറ്റിൻകര ഗോപൻ അന്ന് വ്യാഴാഴ്ച പുലർച്ചെ 3:30 അവിടേക്ക് പോയപ്പോൾ, അതായത് ഇവരുടെ മക്കളുടെ വാദമാണ് ഈ പറയുന്നത്, പോയപ്പോൾ സമാധി ഇരിക്കാൻ വേണ്ടി അവിടെ പോയി ധ്യാനം ഇരുന്നുകൊണ്ട് സമാധിയാകാൻ പോയി. അപ്പോൾ താൻ അവിടെ പോയിരുന്നു പൂജാകർമ്മങ്ങൾ ചെയ്തു എന്നുള്ളത് മകൻ രാജസേനനും സനന്ദനും പറയുന്ന കാര്യങ്ങളാണ്. സ്വാഭാവികമായിട്ടും ഇവരുടെ വിശ്വാസപ്രകാരമാണ് ഈ കാര്യങ്ങളൊക്കെ ചെയ്തിരുന്നത് എങ്കിൽ ഈ പറയുന്ന രാജസേനനും സനന്ദനും ചേർന്ന്, അല്ലെങ്കിൽ രാജസേനൻ തന്നെ അച്ഛനെ നെയ്യാറ്റിൻകര ഗോപനെ ഈ പറയുന്ന ഈ പൂജയുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ, ഈ തുണി അടക്കമുള്ളവ കൊണ്ട് ശരീരം മൂടുകയും അതിനുശേഷം അവിടെ കൊണ്ട് ധ്യാനം ഇരുത്തുകയും പിന്നീട് സമാധിയിലേക്ക് കൊണ്ടിരുത്തി അവിടെ കൊണ്ട് പൂജാകർമ്മങ്ങളൊക്കെ ചെയ്യുകയും ഒക്കെ ചെയ്തു എന്നുള്ളത് കുടുംബം പറയുന്നതാണ്. പക്ഷേ ഈ ദൃക്സാക്ഷി പറഞ്ഞ കാര്യങ്ങൾ ശരിയായിരിക്കാം. കാരണം ഈ തുണി കൊണ്ട് അല്ലെങ്കിൽ മറ്റൊരു പട്ട് പുതപ്പിച്ചുകൊണ്ട് ഈ സമാധി പീഠത്തിലേക്ക് കൊണ്ടിരുത്തി അവിടെ കൊണ്ട് സമാധി അടക്കിയതൊക്കെ ആയിരിക്കാം. അത് സംബന്ധിച്ച് ഇപ്പോഴും കുടുംബത്തിന്റെ ഭാഗത്തുനിന്ന് കൂടുതൽ കാര്യങ്ങൾ പറയുന്നില്ല. കാരണം അച്ഛൻ മരിച്ചതല്ല, അച്ഛൻ മരിച്ചില്ലേ, മരണസർട്ടിഫിക്കറ്റുണ്ടോ, അച്ഛൻ മരിച്ചിട്ടില്ലല്ലോ. അപ്പോൾ അങ്ങനെയുള്ള മറുപടികളാണ് ഇപ്പോഴും ഈ കുടുംബം പറയുന്നത്. മരിച്ചു എന്നുള്ള വാദത്തെക്കുറിച്ച് അല്ലെങ്കിൽ മരണത്തെ അവർ ഇപ്പോഴും സമ്മതിക്കാൻ ഈ കുടുംബം തയ്യാറായിട്ടില്ല എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട വസ്തുത.